എന്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ഷൻ കോമഡി ജേണറായിട്ടുള്ള ഒരു മാങ്കയാണ് വൺ പഞ്ച് മാൻ. ആൻഡ് വൺ പഞ്ച് മാനിലെ സീസൺ 3 വരാൻ പോകുന്ന ടാറ്റ്സുമാക്കി വേഴ്സസ് വൺ പഞ്ച് മാൻ എന്നുള്ള ഫൈറ്റ് ആണ് ഇവിടെ കവർ ചെയ്യാൻ പോകുന്നത്. അറൌണ്ട് ഒരു ചാപ്റ്റർ 200 തൊട്ടാണ് തുടങ്ങുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. ആൻഡ് ഈ ചാപ്റ്റർ തുടങ്ങുന്ന തന്നെ സാറ്റ്സുമാക്കി ഒരു സുക്കുമി ഗ്യാങ്ങിലുള്ള ഒരു മെമ്പറായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ആൻഡ് ഇവരുടെ ഈ ഫൈറ്റിന്റെ ഇടയിൽ അടുത്തുള്ള എല്ലാ ബിൽഡിംഗും ഇടിഞ്ഞു പൊളിഞ്ഞു വീണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് ഇതുകൊണ്ട് തന്നെ ഹീറോ അസോസിയേഷൻ റെസിഡൻസ് ഇല്ലേ, അവിടെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അവരുടെ ബിൽഡിംഗും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങും. ബട്ട് താറ്റ്സുമാക്കിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. താറ്റ്സുമാക്കി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് താറ്റ്സുമാക്കി നേരെ ഫുബുക്കി ഗ്യാങ്ങിന്റെ അടുത്തോട്ട് തിരിയും. ഫുബുക്കി ഗ്യാങ്ങിന്റെ അടുത്തോട്ട് തിരിഞ്ഞിട്ട് പറയും, നിങ്ങളുടെ അടുത്ത് ആരോ സുക്കുമിയുടെ ചാരനുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാം ഞാൻ കൊന്നു കളയാൻ പോകാന്ന് പറയും. അങ്ങനെ കൈ ചൂണ്ടിയിട്ട് അവരെ കൊല്ലാൻ നിൽക്കുമ്പോൾ അവിടെ വൺ പഞ്ച് മാൻ വരും. സൈതാമ എന്നിട്ട് കൈ പിടിക്കും. എന്നിട്ട് നമുക്ക് ഈ ഐക്കോണിക് ആയിട്ടുള്ള സീൻ കാണിക്കും, അവിടെ താറ്റ്സുമാക്കിയുടെ കൈ പിടിച്ചിട്ട് സൈതാമ നിൽക്കുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് താറ്റ്സുമാക്കിയുടെ പ്രസൻസ് കൊണ്ട് തന്നെ സൈതാമനെ ഒന്ന് വറപ്പിക്കാൻ നോക്കും. ബട്ട് സൈതാമയുടെ രോമത്ത് പോലും അത് ഏൽക്കുന്നുണ്ടാവില്ല. ഇവളുടെ ഈ പ്രസൻസ് എല്ലാം കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്തിട്ടുണ്ട് പറയും. ഇതിന്റെ ചെറിയ അനിയത്തേക്ക് ലെക്ചർ കൊടുക്കാനാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് താറ്റ്സുമാക്കി കംപ്ലീറ്റ് ഇഗ്നോർ ആക്കിയിട്ട് പറയും, ഞാൻ പറയാണ് നീ എന്റെ കൈ വിട്ടോ എന്ന് പറയും താറ്റ്സുമാക്കി സൈതാമയോട്. ആൻഡ് ഇത് കേട്ട് സൈതാമ തിരിച്ച് അങ്ങോട്ട് പറയും, ഞാൻ പറയും നിന്നോട് ശാന്തമായിട്ടിരിക്കാൻ. ആൻഡ് ഇത് പറഞ്ഞ് നാവ് വായലോട്ട് ഇട്ടതും താറ്റ്സുമാക്കി സൈതാമയുടെ മുകളിലോട്ട് അറ്റാക്ക് ചെയ്യും. ആൻഡ് ഭയങ്കര വലിയൊരു അറ്റാക്ക് ആയിരിക്കും. പക്ഷെ സൈതാമയുടെ രോമത്തെ പോലും തൊടുന്നുണ്ടാവില്ല. അത് കണ്ട് തന്നെ താറ്റ്സുമാക്കി ലിറ്ററലി ഷോക്ക് ആയിട്ട് നിൽക്കും. ആൻഡ് ഈ അറ്റാക്കിന്റെ ഇടയിൽ സൈതാമ താറ്റ്സുമാക്കിയോട് പറയും, ഇതാണല്ലേ നിന്റെ സൈക്കിക് പവേഴ്സ്, ഈ പവർ വെച്ചിട്ടാണ് നീ ജനസിനെ അടിച്ചുകൊണ്ടിരുന്ന പറയും. അപ്പോൾ തന്നെ അവിടെ ഫുബുക്കി വരും. ഫുബുക്കി വന്നിട്ട് പറയും, എന്റെ സിസ്റ്ററെ പ്രൊവോക്ക് ചെയ്യേണ്ട, അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ സീനാണെന്ന് പറയും. പക്ഷെ അതിന് മുന്നേ തന്നെ അവൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. ആൻഡ് ഇതിന് ശേഷം താറ്റ്സുമാക്കി ഒരു അറ്റാക്ക് സൈതാമയുടെ മുകളിൽ നടത്തും. അതിന്റെ ലിറ്ററലി ആഫ്റ്റർ എഫക്ട് കിലോമീറ്ററോളം പോകും. അതായത് ആ ഇടത്തുനിന്ന് കിലോമീറ്ററോളം പോവും. പക്ഷെ ഇത്രയും വലിയൊരു അറ്റാക്ക് നടത്തിയിട്ടും ഇവന്റെ മേത്ത് അത് തൊട്ടെന്ന് പോരുന്നില്ല. ലിറ്ററലി സൈതാമ അവിടെ അങ്ങനെ വറക്കുന്നുണ്ടാവും. ലിറ്ററലി ഇങ്ങനെ വറച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കണ്ടിട്ട് താറ്റ്സുമാക്കി ചോദിക്കും, ഇവൻ ആരാണെന്ന് ചോദിക്കും. ആൻഡ് ഇതിന് ശേഷം താറ്റ്സുമാക്കി മനസ്സിലാവും, ഇവനെ ഞാൻ ജനസിന്റെ കൂടെ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ ഇത് മനസ്സിലാവുന്നുണ്ടാവില്ല, ഇവനിപ്പോ ഇത്ര എന്റെ പിന്നാലെ കൂടിയൊക്കെ നിന്ന്. അതുകൊണ്ട് താറ്റ്സുമാക്കി ചോദിക്കും, നീ ഫുബുക്കി ഗ്രൂപ്പിലുള്ള ആളാണെന്ന് ചോദിക്കും. പക്ഷെ ഇതെല്ലാം കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്തുകൊണ്ട് സൈതാമ ഫുബുക്കിയോടും ഗാങ്ങിനോടും പറയും, അവിടുന്ന് പെട്ടെന്ന് പുറത്തോട്ട് പോകും, അതായത് അവിടുന്ന് പെട്ടെന്ന് പുറത്തോട്ട് പോകുന്നു പറയും. ആൻഡ് ഇത് കേട്ട് താറ്റ്സുമാക്കി ചോദിക്കും, നിനക്കെന്താ അവളെ ഇഷ്ടമാണെന്ന് ചോദിക്കും. നിനക്ക് അവൾ ആരാന്ന് ചോദിക്കും. അപ്പൊ സൈതാമ ഒന്ന് ആലോചിക്കും, ഞാൻ അവൾക്ക് ഒരു ഫ്രണ്ട് അല്ല, ഓർ ഒരു കമ്പാനിയനും അല്ല. ആൻഡ് ഞാൻ അവൾക്ക് ജസ്റ്റ് ഒരു അക്വട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവളെ അറിയാം, അത്രേ ഉള്ളൂ. ആൻഡ് ഇത് കേട്ടിട്ട് ഫുബുക്കിയുടെ ലിറ്ററലി ഹൃദയം തകർന്നു പോകും. കാരണം എന്താ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും, അവൾക്ക് അവൻ ഇഷ്ടമായിരിക്കും. ബട്ട് ഈ കാര്യം താറ്റ്സുമാക്കി ശരിക്കും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അവള് വീണ്ടും ചോദിക്കും, ജസ്റ്റ് അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്തിനാ അവളെ ഇത്രയും രക്ഷിക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കും. ഇതും ചോദിച്ചതിന് ശേഷം പിന്നെ ഒരു അറ്റാക്ക് ചെയ്യും. ആ അറ്റാക്കിൽ മൊത്തം ഹീറോ റെസിഡൻസ് ഇല്ല, അസോസിയേഷൻ റെസിഡൻസ്, അത് മൊത്തം കിടന്ന് കുലുങ്ങാൻ തുടങ്ങും. ഫുബിക്കയുടെ ഗ്രൂപ്പ്സ് ആൾക്കാരും അവിടുന്ന് ഓടാൻ തുടങ്ങും. ആൻഡ് ഈ അറ്റാക്ക് കാരണം സൈതാമയുടെയും വീട് അതായത് പൊളിയെന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ തന്നെ സൈതാമ അവളെ ഇറുക്കി അങ്ങോട്ട് പിടിക്കും. അതായത് ലിറ്ററലി അവളെ കെട്ടിപ്പിടിച്ചിട്ട് മുകളിലോട്ട് അങ്ങോട്ട് പറക്കും. എന്നിട്ട് പറയും, നമുക്കിത് പുറത്ത് വെച്ച് ചെയ്യാന്ന് പറയും. ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്യലല്ല, നമുക്ക് തല്ലൂടാ, പുറത്തു പോയി തല്ലൂടാന്ന് പറയും. ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്ന ഒരു ഫാമിലി ഒരു കാറിലോട്ട് ഇങ്ങനെ ഹീറോ റെസിഡൻസിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു പക്ഷി പോകുന്ന, ഇത്രയും വലിയൊരു പക്ഷി എന്നൊക്കെ ചോദിച്ചു. അതിൽ പക്ഷെ അത് പക്ഷി ആയിരിക്കത്തില്ല, അത് സൈതാമയും ടാറ്റ്സുമാക്കിയും പോകുന്നതായിരിക്കും. ആൻഡ് ഇവര് പോയി ഒരു സ്ഥലത്ത് പോയി വീഴും അവസാനം. അങ്ങനെ വീഴുകൊണ്ടിരിക്കുമ്പോഴും മാക്കിനെ അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് മാക്കി ചോദിക്കും, നീ എന്നെ എത്ര നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും പെർവേർട്ട് എന്ന് ചോദിക്കും. ആൻഡ് ഇതിനുശേഷം ടാറ്റ്സുമാക്കി നന്നായിട്ട് കൊതറാൻ നോക്കും, അതായത് നന്നായിട്ട് അവിടുന്ന് പോകാൻ നോക്കും. പക്ഷെ ബാക്കിയുള്ളവരടുത്താണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യും, സൈതാമയുടെ അടുത്ത് വർക്ക് ചെയ്തില്ല. സൈതാമ എപ്പോഴും അവളുടെ കൈ പിടിച്ചോടെ ഇരിക്കുകയായിരിക്കും. ആൻഡ് ഇതിനുശേഷം വീണ്ടും ടാറ്റ്സുമാക്കി ചോദിക്കും, നീ എന്നെ എന്താ വിടാതെ, നിനക്കെന്താ എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ആൻഡ് ഇത് കണ്ട് സൈതാമ ചോദിക്കും, നിനക്കെന്താ വട്ടാണോ, ഞാനിപ്പോ നിന്നെ പിടിക്കുന്നത് നീ അങ്ങോട്ട് പോയിട്ട് വീണ്ടും എന്നെ വീട് നശിപ്പിക്കാണ്ടിരിക്കാനാന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് വീണ്ടും താറ്റ്സുമാക്കിക്ക് ദേഷ്യം വരും. താറ്റ്സുമാക്കി വീണ്ടും ചോദിക്കും, നിനക്കെന്താ വട്ടാണോടാ, ഞാൻ ഇപ്പൊ ഇതിനെ ഇവിടുന്ന് നിന്നെ വിട്ടോണ്ട് പോകണേ, ഞാൻ നിന്നിട്ട് അടി വിടാമെന്നല്ലോ ചോദിക്കും. ആൻഡ് ഇത് കേട്ടപ്പോൾ സൈതാമ അവസാനം അവളുടെ കൈ വിടും. ആൻഡ് ഇതിന് ശേഷം അവർ തമ്മിലുള്ള ശരിക്കുള്ള ഫൈറ്റ് തുടങ്ങും. കാരണം ഇതിനുശേഷം സൈതാമേനെ ഒരു എതിരാളിയായിട്ട് താറ്റ്സുമാക്കി കണ്ടിട്ട് അവിടെ വലിയൊരു ടേർണോട് ഉണ്ടാക്കും. ആൻഡ് ഈ ടേർണോട് ഉണ്ടാക്കണ കണ്ടിട്ട് സൈതാമ പേടിക്കുന്നത് പോട്ടെ, അവൻ കണ്ടുപോയിക്കും, ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഫണ്ണായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. ആൻഡ് ഈ അറ്റാക്കിന്റേതായിട്ട് സൈതാമയുടെ മുഖത്തോട്ട് ഒരുപാട് കല്ലുകൾ വരും. സൈതാമ ജസ്റ്റ് കൈയെടുത്ത് വീശിയിട്ട്
ആ കല്ലുകളെല്ലാം തട്ടി മാറ്റി കളയും. ആൻഡ് ഇങ്ങനെ ഒരു അറ്റാക്സ് എല്ലാം അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ ഹീറോ അസോസിയേഷൻ മൊത്തത്തിൽ ആകെ വരണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇവര് വരണ്ടിരിക്കുന്നത് പോട്ടെ, ഒരു ഫാമിലി അങ്ങോട്ട് വന്നോണ്ടിരുന്നില്ലേ, അവരുടെ കാറിന്റെ മുകളിലോട്ട് ഈ കല്ലുകൾ വന്ന് പതിക്കാൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ആ കാർ വെട്ടിച്ച് ഹീറോ അസോസിയേഷനോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇതിനുശേഷം ഇങ്ങൊരു പാനലാണ് കാണിക്കുന്നത്, അവിടെ സൈത്താമ ഒരു കല്ലിന്റെ മുകളിൽ OP ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇതിന്ന് ഒരു കല്ല് എങ്ങനെയൊക്കെയോ മാറിപ്പോയി ആ കാറിന്റെ മുകളിലോട്ട് വീഴാൻ പോകും. അപ്പൊ സൈത്താമ തന്നെ അവിടെ വന്നിട്ട് ആ കല്ലുകളെ പീസാക്കി കളയും. എന്റെ താട്സുമാക്കിയോട് പറയും, നീ ഒന്നുകൂടി കെയർഫുൾ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു പറയും. ബട്ട് ഇവളുണ്ടോ ഇതുവല്ലോ കേൾക്കുന്നത്, ഇവള് വീണ്ടും കല്ലുകളെടുത്ത് സൈത്താമയുടെ മുകളിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവള് നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ സൈത്താമ ആലോചിച്ചുകൊണ്ടിരിക്കും, എന്തായാലും ഇപ്പൊ അടുത്ത ആരും ഇല്ല, അടുത്ത കാര്യമായിട്ട് ബിൽഡിങ്സും ഇല്ല, അതുകൊണ്ട് തന്നെ ഇവളുടെ എനർജി തീരുന്ന വരെ ഇവളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ, നമുക്കൊണ്ട് റിഫ്ലക്ട് ചെയ്ത് കളിക്കാന്ന് പറഞ്ഞിട്ട് ഇവന് വരുന്ന അറ്റാക്സ് എല്ലാം ഇവർ റിഫ്ലക്ട് ചെയ്ത് കളയും. ആൻഡ് പിന്നെയും പണ്ടാറടങ്ങാനായിട്ടായിരുന്നു ഒരു കല്ല് വീണ്ടും ആ കാറിന്റെ മുന്നോട്ട് പോകും. ആൻഡ് സൈത്താമ പിന്നെ അതിന്റെ പിന്നാലെ പോകും. പക്ഷെ സൈത്താമ നടത്തുന്നതിന് മുന്നേ തന്നെ താട്സുമാക്കി തന്നെ ആ കാറ് മുകളിലോട്ട്, അതായത് ആകാശത്തിലോട്ട് എടുത്തിട്ട് അവരെ രക്ഷിക്കും. ആൻഡ് ഇവരെ രക്ഷിച്ചതിന് ശേഷം താട്സുമാക്കി സൈത്താമ ചോദിക്കും, നീ എവിടെ നോക്കിയിരിക്കാടാ, നിനക്കെന്താ അവരെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കും. ആൻഡ് ഇവള് ചൊറിഞ്ഞാണ്ടേക്കന്നെ സൈത്താമ അങ്ങോട്ട് ചോദിക്കും, നീ എന്താടി പറഞ്ഞു, നീ കീടമെന്ന് ചോദിക്കും. കീടമെന്ന് വിളിച്ചതിന് കാരണം ഇവൾക്ക് പിന്നെയും കലി കൂടും. ആൻഡ് ഇവരെ രക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവര് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. താട്സുമാക്കി നല്ല രസമായിരിക്കും ഫൈറ്റ് എടുക്കാൻ, പക്ഷെ സൈത്താമക്ക് മടുത്തുണ്ടാവും. സൈത്താമ പറയും, എനിക്കൊന്ന് വീട്ടിൽ പോയാൽ മതി എന്ന് പറയും. പക്ഷെ ഇവളുണ്ടോ നിർത്തണേ, ഇവള് വീണ്ടും സൈത്താമനെ എടുത്തിട്ട് എയറിലൂടെ കൊണ്ടുകൊണ്ടിരിക്കും. ആൻഡ് ഇവളെ എയറിലൂടെ ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ കാണിക്കുന്നത് ഫുബുക്കിയാണ്. ഫുബുക്കിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇവളെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്തായാലും ഈ ഫൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ താട്സുമാക്കി എന്റെ പിന്നിൽ നിന്ന് മാറാൻ പോകുന്നില്ല, എന്തായാലും ഇപ്പൊ എന്റെ പിന്നിൽ തന്നെ ആയിരിക്കും, എന്റെ ഗ്രൂപ്പിലുള്ളവർക്കും നല്ല പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവളുടെ ഗ്രൂപ്പ് എല്ലാം പിരിച്ചുവിടാൻ നോക്കും. ആൻഡ് എന്ത് പറഞ്ഞാൽ പിരിച്ചുവിടാൻ അറിയോ, നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരമില്ല, നിങ്ങൾ ഇവിടുന്ന് പൊക്കം പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകും. ഇതിനുശേഷം NCT കാണിക്കും. NCTയിൽ ഒരു ഹീറോ വില്ലൻസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവിടെ താട്സുമാക്കിയും സൈത്താമയും വരും. ആൻഡ് താട്സുമാക്കിനെ കണ്ടിട്ട് അവിടെയുള്ള എല്ലാ വില്ലന്മാരും പേടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ സൈത്താമൻ ഒരു പുല്ലന് പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷെ സൈത്താമ അവിടുന്ന് അവിടെ ഉള്ളവനൊക്കെ ഒറ്റ കിക്കിൽ തന്നെ അവിടുന്ന് തെറിപ്പിച്ചുകൊണ്ട് കളയും. ഇതിനുശേഷം നമുക്ക് HCT കാണിക്കും. HCTയിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു മോൺസ്റ്റർ അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഈ വലിയ ഡ്രാഗൺ പോലുള്ള മോൺസ്റ്ററിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു S റാങ്ക് ആയിട്ടുള്ള ഒരു ഹീറോ ആയിരിക്കും. ആ ഹീറോ ആണ് നമ്മുടെ മെറ്റൽ മാൻ. ആൻഡ് ഈ ഹീറോ അതിന് എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ അപ്പൊ തന്നെ താട്സുമാക്കിയും സൈത്താമയും കൂടി ആ മോൺസ്റ്ററിന്റെ കണ്ണിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിപ്പോയിണ്ടാവും. ഇവരെ അടിച്ചടിച്ച് NCTന്ന് HCTയിലോട്ട് എത്തിയിട്ടുണ്ടാവും ഇപ്പോ. ആൻഡ് ഇവരിവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മെറ്റലും എല്ലാം അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാവും ഇഗ്നോർ ചെയ്തോട്ട്. ആൻഡ് ഇതിനുശേഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നടക്കും. ഇവർ രണ്ടുപേരുള്ള ബിൽഡിംഗ് എല്ലാം ഇടിച്ചോട്ട് മുന്നോട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് അവിടെ കാണിക്കുന്നത്, ഇതെല്ലാം നോക്കിക്കൊണ്ട് അമൈ മാസ്ക് അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് അമൈ മാസ്ക് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. കാരണം അമൈ മാസ്കിന് ഓൾറെഡി സൈത്താമയുടെ പവർ എന്താണെന്ന് അറിയാം. പക്ഷെ എല്ലാ പ്രാവശ്യം ഇഗ്നോർ ചെയ്ത് കളയും, കാരണം സൈത്താമ ഒരു ലോ ലെവലിലുള്ള ഹീറോ അല്ലേ. ആൻഡ് ഇതിനുശേഷം നമുക്ക് വീണ്ടും സൈത്താമനെ കാണിക്കും. സൈത്താമ ഭയങ്കര ദേഷ്യത്തിൽ പറയും, എടോ എവിടെ തുടങ്ങിയതാടോ, ഇപ്പൊ എവിടെയാടോ വന്ന് നിൽക്കുന്നത്. ആൻഡ് ഇത് കേട്ട് സർപ്രൈസിംഗ്ലി താട്സുമാക്കിയും ശരിയെന്ന് പറയും. എന്നിട്ട് എങ്ങോട്ടാ പോകണ്ടെന്ന് ചോദിക്കും. അപ്പൊ സൈത്താമ ചൂണ്ടി കാണിക്കും. ചൂണ്ടി കാണിച്ച പാടന്നെ അവനെ കഴുങ്ങക്ക് പിടിച്ചിട്ട് വീണ്ടും അങ്ങോട്ട് ബിൽഡിങ്ങിന്റെ താഴത്തോട്ട് ഒരച്ചുകൊണ്ട് പോകും. അങ്ങനെ ഇങ്ങനെ കാണിച്ചിരുന്ന വഴിയിലൂടെ മൊത്തം ഒരച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് വേറൊരു ക്യാരക്ടർ കാണിക്കുന്നത് നമ്മുടെ പഴയ സ്പീഡോ സോണിക്കിനെ. ആൻഡ് ഇവന് കാര്യം എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും ഇവൻ അവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇവനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എക്സൈറ്റഡ് ആയിരിക്കും സൈത്താമക്ക് എന്തെങ്കിലും പുതിയ മൂവ്മെന്റ്സ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഇപ്രാവശ്യം ചെയ്യുന്ന മൂവ്മെന്റ്സ് കാണാൻ വേണ്ടിയിട്ട് സൈത്താമയുടെ കൂടെ താട്സുമാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന അറ്റാക്ക് എല്ലാം അങ്ങോട്ട് തിരിച്ചു വിട്ടു. കുറെയൊക്കെ ഡിഫ്ലക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും അവസാനം എല്ലാം കൂടി വന്ന് തലയിലോട്ട് വീഴും. ആൻഡ് അവിടെ തീരും. ആൻഡ് ഇവർ രണ്ടുപേരും വീണ്ടും, അതായത് സൈത്താമ വീണ്ടും തല നിലത്തോട്ട് ഉറച്ചുകൊണ്ട് തന്നെ ഇവര് ആദ്യം ഫൈറ്റ് ചെയ്തുകൊണ്ട് സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇവിടെ എത്തിയതിനു ശേഷം സൈത്താമ എല്ലാം അവളുടെ ആ പിടിയുന്നുണ്ട് ഒരു നൈസായിട്ട്. ആൻഡ് പറയും, ഇനി നീ വീണ്ടും റാംപേജിലോട്ട് പോയിക്കോ, നീ വീണ്ടും ദേഷ്യപ്പെട്ടു എന്ന് പറയും. ആൻഡ് ഇത് കേട്ട താട്സുമാക്കി പറയും, ഞാനിപ്പോ നിന്റെ ടെസ്റ്റ്, അതായത് സ്ട്രെങ്ത് ഇവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പൊ എന്റെ ഫുൾ പവർ പൊട്ടൻഷ്യലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ തീരുന്നു പറയും. ആൻഡ് ഇത് കേട്ടിട്ട് സൈത്താമ പറയും, ഷുവർ ഗോ ഓൾ ഔട്ട് എന്ന് പറയും, അതായത് മൊത്തമായിട്ട് എടുക്കുന്ന പറയും. ആൻഡ് ഇത് കേട്ട് താട്സുമാക്കി ലിറ്ററലി ഷോക്കായി നിന്ന് പോകും. ആൻഡ് ഈ സീനാണ് ഈ മൊത്തം ഫൈറ്റിൽ ഏറ്റവും ബെസ്റ്റ് സീൻ. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഫുബുക്കി ഗ്രൂപ്പിനാണ്. ഫുബുക്കി ഗ്രൂപ്പിലുള്ള എല്ലാവരും അതായത് വിടണം എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഇവളുടെ ഈ ലക്ക് കേട്ട വർത്താനവും ഒരു തരം താഴ്ത്തിയുള്ള സംസാരവും, ഈ ഗ്രൂപ്പ് കൊണ്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് തന്നെ ഇത് വിടാന്ന് പറയും. പക്ഷെ അതിൽ ചില പേരുണ്ടായിരിക്കും, ചില പേര് ഇപ്പോഴും വിടാൻ തയ്യാറായിട്ടുണ്ടാവില്ല. ബിക്കോസ് അവർക്ക് തന്നെ അറിയാമായിരുന്നു അവർ കുറച്ചധികം വീക്കർ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വിടാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഈ വിടാതെ നിൽക്കുന്നവർ വീണ്ടും ഫുബുക്കിയുടെ പിന്നാലെ പോകണമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഫുബുക്കി പോയ വഴിയെ തന്നെ അവർ പിന്നാലെ പോകുന്നു. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഫുബുക്കിയെ കാണിക്കുന്നത്. ഫുബുക്കി ആണെന്നുണ്ടെങ്കിൽ സൈത്താമയുടെയും താട്സുമാക്കയുടെ അടുത്തെത്തിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇപ്പോൾ ഇവരെ കണ്ടിട്ട് ഷോക്കാവും, കാരണം അവിടെ ഒരുമാതിരി നരകം പോലെ ആയിരിക്കും. ഇതിനുശേഷം നമുക്ക് കിങ്ങിനെ കാണിക്കും. കിങ് ആണെന്നുണ്ടെങ്കിൽ സൈത്താമയുടെ കൂടെ ഗെയിം കളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരിക്കും റൂമിലേക്ക്. ആൻഡ് കിങ് സൈത്താമയുടെ കൂടെ ഗെയിം കളിക്കാൻ അങ്ങോട്ട് റൂമിലോട്ട് വന്നപ്പോഴായിരിക്കും അതിന്റെ ഉള്ളിൽ പെട്ടുപോവുക. കാരണം ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് എലിവേറ്റർ കിടന്നുണ്ടായിരിക്കും, അതുകൊണ്ട് പുറത്തു പോകാൻ പറ്റാതെ അവൻ അവിടെ പെട്ടുപോയിണ്ടായിരിക്കും. അപ്പോഴാണ് അവിടെ എൻട്രി ഉണ്ടാവുക സൈത്താമയുടെ. ആൻഡ് സൈത്താമനെ കണ്ടപ്പോൾ ചോദിക്കും, നീ ഗെയിം കളിക്കാണ്ട് ചോദിക്കും.
അപ്പൊ സൈത്താമ പറയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മേ ബി ലേറ്റർ എന്ന് പറയും. അപ്പൊ കിങ് അങ്ങോട്ട് ചോദിക്കും നീ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദിക്കും. അപ്പൊ സൈത്താമ പറയും ഞാൻ ഈ കീടമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അതിൽ താറ്റ്സുമാക്കി ആണെന്ന് ചോദിക്കുന്ന കിങ് അങ്ങനെ നിൽക്കുമ്പോഴത്തായിരിക്കും അവിടെ താറ്റ്സുമാക്കിയുടെ എൻട്രി ഉണ്ടാവുക. ആൻഡ് താറ്റ്സുമാക്കി ലിറ്ററലി എൻട്രി ആയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ കിങ് താറ്റ്സുമാക്കിയുടെ പാൻറ്റീസ് കാണും. ആൻഡ് ഇത് കണ്ട കിങ് ലിറ്ററലി കൺഫ്യൂസും ആയിട്ടുണ്ടാവും സർപ്രൈസും ആയിട്ടുണ്ടാവും. ആൻഡ് പറയും ഐ സോ ഹർ പാൻറ്റീസ് എന്ന് പറയും. ആൻഡ് ഇതിനുശേഷം നമുക്കൊരു വേറൊരു ഹീറോയെ കാണിക്കും. ഈ ഹീറോ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും സൈത്താമനെ ചലഞ്ച് ചെയ്തുകൊണ്ടായിട്ട് ഇരിക്കുന്നുണ്ടാവുക. എപ്പോഴും സൈത്താമനെ തല്ലുകൂടണം എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ ഈ ഫൈറ്റ് കണ്ടുകൊണ്ട് തന്നെ അവൻ അത് ആ ആശയം അങ്ങോട്ട് ഉള്ളിലോട്ട് ഒതുക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഫുബുക്കി ഗ്രൂപ്പിനെ കാണിക്കും. ഫുബുക്കി ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ കണ്ട ഡിസ്ട്രക്ഷനും ഈ കല്ലുമുള്ളെല്ലാം കണ്ടിട്ട് ആകെ പേടിച്ച് അന്താളിച്ച് നിൽക്കുന്നുണ്ടാവും. ആൻഡ് ഇത് കണ്ടതിന് ശേഷം വീണ്ടും അവർ ആലോചിക്കും ഇപ്പൊ ഫുബുക്കി ഗ്രൂപ്പിൽ തന്നെ വീണ്ടും തിരിച്ചു കയറണോ അതോ പോണോന്ന്. ആൻഡ് ഇതിനുശേഷം വീണ്ടും നമുക്ക് താറ്റ്സുമാക്കിനെ കാണിക്കും. താറ്റ്സുമാക്ക് ആണെന്നുണ്ടെങ്കിൽ അവളുടെ ലിമിറ്റ്, അതായത് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ട് അവൾക്ക് എത്രയും പവർ എടുക്കാൻ പറ്റുമോ അത്രയും പവർ എടുത്തിട്ട് അവള് സൈത്താമയുടെ മുകളിൽ ഒരു അറ്റാക്കാണ് ചെയ്യും. ആൻഡ് ഈ അറ്റാക്കിൽ ലിറ്ററലി നിലം രണ്ട് പാതിയായി തെറിച്ചുകൊണ്ട് പോകും. അതായത് ലിറ്ററലി ഒരു തിരമാലക്കാണ്ട് പിളരില്ല അതുപോലെ ഭൂമി അങ്ങോട്ട് പിളരും. ബട്ട് ഈ അറ്റാക്ക് വൺ പഞ്ചിലൂടെ തന്നെ എഫേർട്ട്ലെസ്ലി അൺഹാമഡ് തെടുത്ത് കളയും. ആൻഡ് ഇത് കണ്ടിട്ട് ലിറ്ററലി താറ്റ്സുമാക്കി അന്താളിച്ച് നിൽക്കും. ആൻഡ് ഇതിനുശേഷം സൈത്താമ താറ്റ്സുമാക്കിയോട് പറയും നീ കുറച്ച് സ്ട്രെങ്ത് ബാക്കി വെക്ക്, നിനക്ക് സംസാരിക്കെങ്കിലും വേണ്ടേ, അതുകൊണ്ട് കുറച്ച് സ്ട്രെങ്ത് ബാക്കി വെക്കെന്ന് പറയും. ആൻഡ് ഇത് പറഞ്ഞ് തീർന്നതും താറ്റ്സുമാക്കി വീണ്ടും സൈത്താമയുടെ മുകളിൽ ഒരു അറ്റാക്ക് ചെയ്യും. ആൻഡ് വീണ്ടും ആസ് യൂഷ്വൽ സൈത്താമയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കുന്നുണ്ടാവില്ല. ആൻഡ് താറ്റ്സുമാക്കി ഇറിറ്റേറ്റഡ് ആയിട്ട് ചോദിക്കും എന്റെ പവേഴ്സ് എന്താ വർക്ക് ചെയ്യാത്തെന്ന് ചോദിക്കും. അപ്പോ സൈത്താമ പറയും നീ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ തീരെ വില കൊടുക്കാണ്ടാ കൽപ്പിക്കുന്നത്. കാരണം നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് ഫുബുക്കിനെ ജസ്റ്റ് ഒന്ന് അറിയത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ അവളെ രക്ഷിക്കുന്നത്. ആൻഡ് ഇതിനുശേഷം താറ്റ്സുമാക്കിക്ക് വല്ലാണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവൾ അവിടെ ലിറ്ററലി അൺകോൺഷ്യസ് ആവും. ആൻഡ് അപ്പൊ അവൾക്ക് പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ആൻഡ് ആ പാസ്റ്റ് ഒരു വലിയ റീസണും ആണ് താറ്റ്സുമാക്കി ഇങ്ങനെ കാര്യങ്ങൾ വിശ്വസിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, എക്സെപ്റ്റ് ഒരാളെ ഒഴിച്ചിട്ട്. ആൻഡ് അയാളാണ് ബ്ലാസ്റ്റ്. ആൻഡ് ഇപ്പൊ ഇവൾക്ക് സൈത്താമനെ കാണുന്നത് ബ്ലാസ്റ്റിനെ കാണുന്ന പോലെയാണ്, കാരണം അതേ ലെവലിലാണ് ഇപ്പൊ കാണുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞ് സൈത്താമ അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഇവള് തിരിച്ചോട്ട് വിളിക്കും നിക്കെന്ന് പറയും. പക്ഷെ അപ്പൊ തന്നെ അവിടെ ഫുബൂക്കിയുടെ എൻട്രി ഉണ്ടാവും. ഫുബൂക്കി വന്നിട്ട് താറ്റ്സുമാക്കിയോട് പറയും ഞാൻ എന്റെ ഗ്രൂപ്പ് വിട്ടു, ഞാൻ നിന്റെ പെർസെപ്ഷനിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇനി മുന്നോട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറയും. ആൻഡ് ഇവള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവളുടെ പിന്നിൽ മൊത്തം ഫുബുക്കി ഗാങ്ങും. ആൻഡ് ഇവര് വന്നിട്ട് താറ്റ്സുമാക്കിയോട് കെഞ്ചും ഞങ്ങൾ എങ്ങനെയും ഫുബുക്കിയുടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിടണം, ഞങ്ങൾ അനുവദിക്കണം എന്ന് പറയും. ഞങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഫ്യൂച്ചറിൽ സ്ട്രോങ്ങർ ആവും എന്ന് പറയും. ആൻഡ് ഇവിടെ താറ്റ്സുമാക്കി ഇവരെ മേലെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫുബുക്കി അറ്റാക്ക് ചെയ്യും. എന്നിട്ട് പറയും നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല, വിട്ടു പോകാനെന്ന് പറയാൻ മനസ്സിലാവും എന്താ പറയും. അങ്ങനെ ഇത് കേട്ട് സൈത്താമ പറയും വിട്ടുകളാ, എങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പോയിക്കോട്ടെ, ഒന്നും ചെയ്യേണ്ടെന്ന് പറയും. ഫസ്റ്റ് ടൈം താറ്റ്സുമാക്കി ആരുടെയും വാക്ക് കേൾക്കുന്നത്, അതായത് ലിറ്ററലി സൈത്താമ അറിഞ്ഞുകൊണ്ട് തന്നെ താറ്റ്സുമാക്കി ഇവരെ അറ്റാക്ക് ചെയ്യാണ്ട് വിടും, ഫുബൂക്കിയും അറ്റാക്ക് ചെയ്യാണ്ട് വിടും. ആൻഡ് താറ്റ്സുമാക്കി സൈത്താമ അറിഞ്ഞത് കേട്ടത് കണ്ടിട്ട് ലിറ്ററലി ഫുബൂക്കി ആകെ ഷോക്കായി നിൽക്കുന്നുണ്ടാവും. ആൻഡ് ഫുബുക്കി ഗാങ് മനസ്സിലാക്കുന്നത് ഏതാ ഈ മൊട്ട എന്നാണ്. ആൻഡ് അതോടുകൂടി ഇവർ രണ്ടുപേരുള്ള ഫൈറ്റ് ഇവിടെ തീരുന്നു. ആൻഡ് ഈ മുന്നോട്ടുള്ള കഥ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ വൺ പഞ്ച് മാൻ്റെ മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.